ആ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ മൂകാംബിക അമ്പലം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡല്ല, ബാക്ക് സൈഡാണത്. ബാക്കല്ല, സൈഡ്. ഇതാണ് മെയിൻ വഴി. നമ്മളിപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സാധാരണ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അമ്പലത്തിനോട്ട് പോട്ടെ. അമ്പലം 8 മണി വരുള്ളൂ, ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞു. നമ്മൂസ് ഞങ്ങളെ വെട്ടിച്ച് ഫസ്റ്റ് അമ്പലത്തിൽ പോകാൻ തോന്നുന്നു. ഇതാണ് മൂകാംബിക അമ്പലത്തിലോട്ട് പോകുന്ന വഴി. പക്ഷേ ഭയങ്കര തിരക്കാണ്. തിരക്കൊന്നുമില്ല, സാധാരണ ഭയങ്കര തിരക്കാണ്. ഇപ്പം ഇവിടെ തിരക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടെ നടന്ന് പോവാണ്. ഇപ്പം എന്നെ കാണിക്കാൻ പറ്റത്തില്ല. ഒരു കൈ ക്യാമറയും ഒരു കൈ ചക്കുപ്പിയാണ്, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. വേണ്ട, സർപ്രൈസ്. ഇവിടെയൊക്കെ സാധാരണ ഫുള്ള് കടകൾ വരേണ്ടതാണ്. പക്ഷെ എന്തോ ഇന്ന് വലിയ കടയൊന്നുമില്ല. നീ വന്നേ, നിനക്കുള്ള ഒന്നുമില്ല, നിനക്കുള്ളത് മൊത്തം തീർന്നു. ഈ തലയാടുവോ, ഒരു രക്ഷയില്ല. നിനക്കുള്ള പരിപാടി ഞാൻ രാവിലെ തീർത്തു. അതാ കാശ് ഞങ്ങളുടെ മൂകാംബിക അമ്പലത്തിൻ്റെ മെയിൻ കവാർ. നമ്മളതിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം പോയി ചെരുപ്പ് കൊണ്ട് കൊടുക്കണം. ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കട്ടെ. എന്നാൽ പിന്നെ വെളി ഇറങ്ങി വന്നാൽ മതി. അങ്ങനെ നമ്മുടെ അമ്പലം കണ്ട കേസ് അയ്യോ ചെറിയ തിരക്കും. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ വെള്ളം കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിലോട്ട് കയറി കേസ്. നല്ല തിരക്കുണ്ട്. പൈസ കൊടുത്തിട്ടെടുക്കമ്പ താമസിക്കും. ഇന്ന് നല്ല ചലനയാണ് കിട്ടിയത്. ചന്ദനമൊന്നും കിട്ടിയില്ല. നമുക്ക് ചന്ദനം അത് ഈ കവറിനകത്താ. അങ്ങനെ ചക്കുപ്പിക്ക് വേണ്ടി ഞാൻ മേടിച്ചു, അമ്മോസിന് എനിക്ക് ചപ്പാത്തി മേടിച്ചു, പിന്നെ വെജിൻ്റെ ഒരു കറി. ഈ സംഘ ദൂരെ കാണുന്ന മലയില്ലേ, അതിൻ്റെ താഴെയുള്ളതാണ് നമ്മുടെ മൂകാംബിക അമ്പലം. അമ്മൂസും ചക്കുപ്പിയും കൂടെ താണ്ട് പോകുന്നു. അമ്മൂസും ചക്കുപ്പിയും കൂടെ താണ്ട് നടന്ന് പോകുന്നു. രാവിലെ ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ സൗപർണിക നദിയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇതിലെയാണ് സൗപർണിക നദി. പണ്ട് ഞങ്ങൾ വരുമ്പോൾ ആ ഹോട്ടലിൽ താമസിക്കും. വീടല്ലടാ, ഹോട്ടൽ. ഇവിടെയൊക്കെ പുതിയ ഹോട്ടലൊക്കെ വന്നല്ലോ. ഗസ്റ്റ് ഹൗസാണ് ഇതൊക്കെ. ത്രയംബിക. ഇപ്പം രാവിലെ 8 മണിയായി, കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങൾ സൗപർണിക നദി പോയി കൈയൊക്കെ കഴുകി കാലം കഴുകി നേരെ അമ്പലം 1 മണി വരെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചില ഏരിയയിലും കുഴപ്പമില്ല. പിന്നെ മുരുടേശ്വരിലും പോകണം. ഇപ്പം മുരുടേശ്വരി പോകുമ്പോൾ അവിടെ 1 മണി വരെ ഉണ്ട്. ഇവിടെയൊക്കെ കൊന്നയൊക്കെ പൂത്തിരിക്കുന്നു കണ്ടോ അല്ലേ? നമ്മളാണെങ്കിൽ കൊന്നപ്പൂവിന് വേണ്ടി കഴിഞ്ഞ വർഷം വിഷു എന്നാടി ഇപ്പോഴേ കൊന്ന പൂത്ത. ഞാനോർത്ത് ആദ്യം മുരിങ്ങയെന്നാണ് വിചാരിച്ചത്.
പെട്ടെന്ന് പോ. ഓ മൈ ഗോഡ്, കുരങ്ങന്മാർ വന്നു. ഞങ്ങൾക്ക് വണ്ടി എടുത്തോണ്ട് കഴിഞ്ഞത് ഇവന്മാരെ പേടിച്ചിട്ടാ. ഇവന്മാർ എൻ്റെ കണ്ണാടി ഇന്നലെ ഓടിച്ച്. ആ അത് ഇളക്കി താഴെ ഇട്ട് എക്സ്ട്രാ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പശ വെച്ച് ഒട്ടിച്ച് വെക്കുന്നേ. അത് ഒരെണ്ണം ഇളക്കി താഴെ ഇട്ട്. ആ ഇവിടെ അപ്പടി കുരങ്ങന്മാരുണ്ട്. താഴെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട് നമ്മുടെ ആറിൻ്റെ അടുത്തായിട്ട്. പിന്നെ ഇവിടെ വലിയ സ്കൂൾ അതുകൊണ്ട് ആ സ്കൂളിൻ്റെ അവിടെ എല്ലാം കുരങ്ങന്മാർ. ആ ഒരു കോളേജ് ഗ്ലാസ് തുറന്നിട്ട് ആ കുരങ്ങന്മാർ പിള്ളേരോടെ കയറി ഇരിക്കുമല്ലോ. ആ എന്തേടിയമ്മോ എന്ത് കുരങ്ങന്മാരാന്ന്. ഇവിടുത്തെ മെടുക്കന്മാരുടെ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. എപ്പച്ചൻ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ജോക്കോപ്പിയൻ റെഡ് ഇട്ടിട്ട് അമ്മൂസിന് ബ്ലൂ ഇട്ടു. ഞാൻ റെഡ് ഇട്ടിട്ടുണ്ട്. റെഡ് കൊണ്ട് വന്നേ. പക്ഷേ ഇന്ന് ഞാൻ ആരോ പറഞ്ഞു ഇവിടെ ദേവിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഭയങ്കര റെഡിലൊക്കെ കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദേവിക്ക് ദേഷ്യം വരും. സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ആരോ പറഞ്ഞു. ഇങ്ങോട്ട് എത്രയോ പേരുന്നല്ലോ അതിനും റെഡൊക്കെ ഇട്ടില്ല. കണ്ടോ ഗൈസ്, ഞാൻ കണ്ടുപോലും ഇല്ല. ഇവ വായി നോക്കുവാ ഇന്നലെ അമ്പലത്തിൽ വന്നിട്ട്. അല്ല ചിലപ്പോൾ ഇനി അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ സാരി മേടിച്ചിട്ട് പിറ്റേ ദിവസം ഉടുത്തോണ്ട് വരുമല്ലോ. ചിലപ്പോൾ അങ്ങനത്തെ വല്ലതും ആണോന്ന് അറിയത്തില്ല. കുറേ പേര് റെഡ് കളർ സാരി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്. നിങ്ങൾ മുന്നിൽ പോകും. ഞങ്ങൾ ഇന്നാളെ മലയാള മനോരമ തപ്പി ഞങ്ങളുടെ അവിടെയുള്ള കുറേ കടയിൽ തപ്പി നടന്നു. പക്ഷെ എങ്ങും കിട്ടിയില്ല. ഇപ്പം രണ്ടാ യാദൃച്ഛികമായിട്ട് ഒരു മലയാള മനോരമ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലെന്ന് തോന്നുന്നു. ലേഡീസ് ഹോസ്റ്റലുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ദൂരേന്ന് വന്ന് പഠിക്കുന്നതായിരിക്കും. ഓടി ദൂരേന്ന് വന്ന് പഠിക്കുന്നതായിരിക്കും. സാധാരണയ്ക്ക് വെള്ളം കാണത്തില്ലായിരിക്കും. പന്ന വെള്ളമായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഞങ്ങൾ ഒരു വട്ടം വന്നപ്പോൾ നിറച്ച വെള്ളമായിരുന്നു. അവിടെ അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് വെള്ളത്തിൽ ചാടുന്ന മാത്രമല്ലല്ലോ. വെള്ളത്തിൽ ചാടുന്നതിൻ്റെ മാത്രമല്ലല്ലോ അവിടെ പറയുന്നത്. സ്വന്തം സാധനങ്ങൾ സൂക്ഷിക്കണമെന്നും കൂടെ പറയുന്നുണ്ട് അവിടെ. പിന്നെ അമ്പലത്തിലെ ഓരോ പൂജ സമയം പറയുന്നുണ്ട്. ഇപ്പം അവിടെ മൂകാംബിക അമ്പലത്തിൽ ശിവേലി നടന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് രാവിലെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയി. ഇന്നലെ രാത്രി കണ്ട്. ഇപ്പൊ പകല് സ്വർണത്തിന്റെ തേരെടുക്കത്തില്ലെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയില് പക്ഷെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ സ്വർണത്തിന്റെ തേരും വെള്ളിയുടെയും പിന്നെ മറ്റേ പല്ലക്കും എല്ലാം എടുത്തോണ്ടായിരുന്നു. അപ്പം എല്ലാം കാണാൻ പറ്റി. പക്ഷെ ആരും ഇറങ്ങണില്ല. ആ ഉണ്ട് ഉള്ളത് നടക്കൊക്കെ വരത്തിന് ഇപ്പം ഉണ്ട്. അങ്ങ് ഇവിടെ അല്ല, ഇത് ബണ്ട് കെട്ടിയതിൻ്റെ ഇപ്പറേ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ സൗപർണിക നദിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ബണ്ട് കെട്ടിയതിൻ്റെ ഇപ്പറേ കേട്ടോ ഈ കാണുന്നേ. അതെ, സാധാരണ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഇവിടെ വന്ന് കൈയും കാലം കഴുകിയിട്ട് പോകണം. ഇന്നലെ പക്ഷേ രാത്രി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല. രാവിലെ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ വന്നെന്നും കൈയും കാലം കഴുകി. ഇന്നലെ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. കാരണം നമ്മൾ എന്നും വരുന്ന വഴി കൂടെ അല്ല ഇന്നലെ വന്നത്. ഇന്നലെ വേറെ ഏതോ ഒരു വഴി കൂടെ പുതിയൊരു വഴി ഉണ്ടായിരുന്നു, നല്ല വഴി. പക്ഷേ ടോള് ഭയങ്കര ടോളാണ്. നമ്മൾ ഏകദേശം മൈസൂരിന് പോകുന്ന അതേ ടോൾ അടിച്ച് ഇന്നലെ. ഏതാണ്ട് 550-600 രൂപ എടുത്ത് ടോൾ അടിച്ച് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴേ അത്ര തന്നെ മൊത്തം. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ വണ്ടിക്കൂലി തന്നെ ഏകദേശം നല്ല റേറ്റ് ആവും. അല്ലെങ്കിൽ പിന്നെ ട്രെയിനും ഇല്ല. പിന്നെ പക്ഷേ ട്രെയിനില്ല, അതാണ് വേറെ പ്രശ്നം. ആ പിന്നെ നിനക്ക് ഛർദ്ദിക്കത്തില്ല, അതുകൊണ്ടാണ്. ട്രെയിനിലല്ല, കുന്താപുരം വന്നിട്ട് കുന്താപുരം നിന്ന് പിന്നെ ബസ്സിനോ ഓട്ടോയ്ക്കോ കയറി വരണം.
അവിടെ നിന്ന് ഏകദേശം 50-60 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവിടെ നമുക്ക് മുരുടേശ്വരി പോകണമെങ്കിൽ ടാക്സി പിടിച്ച് പോകുന്നതിന് എങ്ങനെ പോലും 10,000-3000 രൂപ. ഹോട്ടൽ 6000 രൂപ എവിടെ? അവിടെ മുരുടേശ്വരി പോയിട്ട് തിരിച്ചു കൊണ്ടുവരത്തില്ലേ? ആ, മുരുടേശ്വരി പോയിട്ട് തിരിച്ച് അത്രയാവും. നമ്മളിവിടെ നിന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകുന്നതിന് ഇപ്പോൾ തന്നെ 4000 രൂപ അല്ലേ? ആ, ഒരാൾ വന്ന് മലയാളി ഒരു ചേട്ടൻ വന്നിട്ട് അപ്പം നമുക്കത് 4000. പിന്നെ ട്രെയിൻ എങ്ങനെ പോയാലും 2000-2500. പിന്നെ ഹോട്ടലെല്ലാം കൂടെ മൊത്തം 20,000 രൂപയാകും എങ്ങനെ പോയാലും. കാറ് വന്നാലും ഇന്നലെ നമുക്ക് ഫുഡിന് വൈകിട്ട് മാത്രമേ ചിലവായൂ. ഇന്നിപ്പോൾ ഫുള്ള് ചിലവാകും, നാളെ ഫുള്ള് ചിലവാകും. ഇവിടെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു, ഇന്നലെ നല്ല ഫുഡായിരുന്നു. ആ കടയിൽ കുഴപ്പമില്ലായിരുന്നു, ആ കടയിൽ കുഴപ്പമില്ലാത്ത ഫുഡാണ്. പക്ഷെ ജ്യൂസ് ഒന്നും എന്നാലും നമ്മൾ അങ്ങനെ നമ്മൾ ശ്രീ ഗണപതി ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ ആഴത്തിലുള്ള വെള്ളത്തിൽ നീന്തരുത്. ആ, ഒത്തിരി ആഴമുണ്ട് അവിടെ പോയി നീന്താൻ പോയിരുന്നു. വെള്ളമുണ്ട് കേട്ടോ അത്യാവശ്യം. ഞങ്ങൾ വന്നപ്പോൾ നേരത്തെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പം ബണ്ട് കെട്ടി അടച്ചാന്ന് തോന്നുന്നു കേട്ടോ. അതെ. ഇവിടെ ബണ്ട് കെട്ടി അടച്ചിട്ട് വെള്ളം വന്നതാണ്. എല്ലാവരും കയ്യൊക്കെ കഴുകുന്നുണ്ട്. നമുക്കും പോയി കൈ കഴുകി നേരെ മൂകാംബിക്ക് വിടാം. ഉയ്യോ, എന്തോ മീനാന്ന് നോക്കി. ഇവിടെ കണ്ടോ എന്തൊരു മീനാന്ന് നോക്കി. ഹലോയോ, ചക്കപ്പയുടെ മനസ്സിൽ ലഡു പൊട്ടി. അവിടെ മീൻ ചാടിയുണ്ട്. ഇപ്പം ഇതാണ് സൗപർണിക നദി. ഇവിടെ ഇപ്പോൾ ബണ്ട് കെട്ടി അടച്ചോണ്ടാണ് ഇത്ര വെള്ളമുള്ളത്. നിങ്ങളുടെ വിലയേറിയ വസ്തുക്കളായ പേഴ്സ്, മൊബൈൽ ഫോൺ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ സൂക്ഷിക്കുക. തിരക്കിനിടയിൽ ഇവ നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. നഷ്ടപ്പെടുന്ന വസ്തുക്കൾക്ക് അമ്പലം ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഭക്തജനങ്ങൾ അവരുടെ കുട്ടികളെ കൂടെ തന്നെ നിർത്തുക. കാണാതെയായാൽ ഉടൻ തന്നെ ക്ഷേത്രാധികാരികളെ വിവരം അറിയിക്കുക. ദേവീ ദർശനവും പ്രസാദവും ലഭിച്ചവർ എത്രയും വേഗം അവിടെ നിന്ന് മാറി വരുന്ന മറ്റു ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരം നൽകണം. അതിൽ അധികമോ ആയ ഗർഭിണികൾ അമ്പലത്തിനുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. സ്ത്രീകൾ ആർത്തവത്തിന്റെ 5 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാവൂ. നിങ്ങളുടെ കുടുംബത്തിൽ ജനനമോ മരണമോ നടന്നിട്ടുണ്ടെങ്കിൽ ശേഷം മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. മദ്യപിക്കുകയോ പുകവലിക്കുകയോ തുപ്പുകയോ ചെയ്യുന്നത് ക്ഷേത്ര പരിസരത്ത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മദ്യപിച്ച നിലയിൽ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അമ്പലത്തിനുള്ളിൽ വീഡിയോ ചിത്രീകരണം, ഫോട്ടോ എടുക്കുക എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പുരുഷന്മാർ ഷർട്ട്, ടീഷർട്ട് അമ്പലത്തിലെ ഇതിന്റെ അപ്പുറത്തോട്ട് ഭയങ്കര ആഴമാണ് കേട്ടോ. അതാണ് ഇവിടെ ഈ തുണി ഇട്ടിട്ടേക്കുന്നത്. അങ്ങോട്ട് പോകരുത്. എത്ര ഇടയിലാണ് നിൽക്കാമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഉപേക്ഷിക്കാനോ പാടുള്ളതല്ല. ഞങ്ങളങ്ങനെ സൗപർണിക നദി പോയി കൈയും കാലും കഴിയിട്ട് വന്നു. അവിടെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്. കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത്. അതെ, ഫോട്ടോസ് കാണാൻ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഉണ്ട്. അതിൽ പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ ഒത്തിരി പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുളിച്ചിട്ട് ആൾക്കാർ അമ്പലത്തിൽ കയറാൻ പോകുന്നവരുണ്ട്. എന്താ എന്നിട്ട് മങ്കീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് എടുത്തില്ല. ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോകാം. ലേറ്റ് ആകും. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ കയറുന്നോ? അപ്പോൾ ഇവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്. ഇവിടെ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകണം, മൂകാംബിയിലോട്ട്. അമ്മൂസിൻ്റെ ഒരു മുല്ലപ്പൂ അല്ല, അതുപോലെ എന്തൊരു മാല അല്ല, മുല്ലപ്പൂ അല്ല, വേറെന്തോ സാധനം. അതെന്തൊരു പൂവിൻ്റെ പേര് പറഞ്ഞല്ലോ. പിന്നെ ചപ്പപ്പഴയിൽ കണ്ട റോസപ്പൂവിൻ്റെ മാല. അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ മൂകാംബിക അമ്പലം. ഇന്നലെ രാത്രി ക്ലിയറായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും. അതാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിച്ചത്. ഇവിടെ എല്ലാം കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ, അങ്ങ് മേളിൽ കാണുന്നൊരു മലയൊക്കെ ഉണ്ടോ. ഞങ്ങൾ സാധാരണ വരുമ്പോൾ ഭയങ്കര നമുക്ക് അപ്പുറത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാം.
ചെണ്ട മേടിച്ചു തരുമോ എന്നിട്ട് ഇല്ല. ഒരു ചെണ്ട മേടിച്ചു തരുമോ? ഞാൻ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വെളിയിൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വെളിയിലിറങ്ങി നല്ലതായിട്ടെല്ലാം തൊഴാൻ പറ്റി. വലിയ തിരക്കൊന്നുമില്ല ഞങ്ങൾ ചെന്നപ്പം. പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കായി. അമ്മോസ് വേണ്ട ചക്കുപ്പിയുടെ മോൻ കഴുകുന്നു. ഭയങ്കര ചൂട്, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ചക്കുപ്പിക്ക് വിശക്കുന്നു, അതിനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കടയിലോട്ട് പോകണം കഴിക്കാൻ. ഇതുകൊണ്ടോണ്ടോ പശുമ്പോ എവിടെ വയ്ക്കുന്നത്? അങ്ങോട്ട് വാ, ബാ ബാ അപ്പോൾ ഓട്ടെ ബാ. ചക്കുപ്പി രണ്ട് പശുവിനെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പശുവിനൊന്നും വലിയ സൈസില്ല, എല്ലാം കുഞ്ഞു പശുക്കൾ. തൊടറാ, തൊട്ടോ. ഇതെന്തോടി വെള്ളം? ഇതെന്തോളൂ? ശർക്കര ഉള്ളു. ഈച്ച അപ്പോൾ തൊട്ടെഴുതാടാ ചുമ്മാ രസം. എന്നാ ബാ. അപ്പോൾ ഞങ്ങൾ ഈ ചക്കുപ്പിക്ക് ഇനിയും പോയിട്ട് ബീച്ചിൽ കളിക്കാൻ ബക്കറ്റ് വേണം. ഞങ്ങൾ ബക്കറ്റ് മേടിച്ച് അതിൽ ഹോട്ടലിൽ പോകണം കഴിച്ചു. അങ്ങനെ ഇവിടെ വന്നാൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഞങ്ങൾ 9 മണിയായപ്പോൾ ഇവിടെ വന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 11 മണിയായി. ചക്കുപ്പിക്കിന് ബക്കറ്റ് മേടിക്കട്ടെ കഴിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ സമോസം ചക്കുപ്പി മതേൻ്റെ ഇവിടെ നിന്ന് എന്തോ സാധനം എടുക്കുന്നു. അങ്ങനെ നമ്മൾ മൂകാംബിക അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി അടുത്ത ഹോട്ടലിൽ പോകണം കഴിക്കാൻ. ചക്കുപ്പിക്ക് അങ്ങനെ ബീച്ചിൽ കൊണ്ടുപോയി കളിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് മേടിച്ചു. ആ അതിൻ്റെ പേരെന്താ? ക്യാൻഡി ഫ്ലവർ എന്താ സാധനം? അതിങ്ങനെ കറക്കുമ്പോൾ ഫ്ലവർ പോലെ വരുവാ. നിനക്കറിയോ? കണ്ടിട്ടുണ്ടോ നീ? എൻ്റെ നെറ്റിയിലോട്ട് നോക്കിയേ. നിൻ്റെ നെറ്റിയിൽ ഒരുമാതിരി മരിപ്പിട്ട് ഒരു 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു മേളിലെത്തിനായിരുന്നു. ഒരു കറുത്ത ചന്ദനം കൂടെ കിട്ടുവാണെങ്കിൽ മേളിൽ ചന്ദനം. എന്തിനാടാ അത് നിനക്ക്? അതാ സാധനം. ഈ ചെണ്ടയല്ലേ നമ്മുടെ കയ്യിൽ പണ്ടുണ്ട്. ആ പണ്ടുണ്ടാകുന്ന അതൊക്കെ തന്നെ. പച്ചക്കറി